ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ വിഘ്നേഷ്. സോ മക്കളെ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണ ലൈവിലൊക്കെ പറയാറുണ്ട്, സാർ ഷോർട്ട് എസ്സേയുടെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. സോ അതുകൊണ്ടാണ് സാർ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ അല്ലടാ? സോ 10 ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ പഠിക്കാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ ആണല്ലോ? സോ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് വരാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്? പ്ലാനിംഗ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്. എന്തൊക്കെയാണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ് തുടങ്ങുന്ന 7ഓളം സ്റ്റെപ്പുകളാണല്ലോ പരീക്ഷയ്ക്ക് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യമാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? 5 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിന് ചോദിക്കാവുന്ന ഉറപ്പായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ ആണല്ലോ? സോ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും മീനിങ് നിങ്ങൾ ആദ്യം എഴുതി വെക്കണം. ഓക്കെ ആണല്ലോ? മീനിങ് ആണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ബോക്സ് ഒക്കെ വരയ്ക്കുക. സാർ വരച്ച പോലെ ഇതേപോലെ ബോക്സ് വരച്ചിട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എഴുതുക, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എഴുതുക. ഓക്കെ ആണല്ലോ? എന്നിട്ട് 5 പോയിന്റ് ആണ് മക്കൾ എഴുതേണ്ടത്. 5 മാർക്കാണ് ചോദിച്ചത്. സോ 5 പോയിന്റ് ഇതേപോലെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ? സോ ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സെറ്റ് അല്ലേ? ഇനി അടുത്ത ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡൗട്ട് അടിച്ചോ? ഇല്ല. കാരണം എന്താ? വീണ്ടും ഡയറക്റ്റ് എന്ന് ചോദിച്ച ചോദ്യമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന എലമെന്റ് എന്ന് ചോദിച്ച ചോദ്യമാണ്. എന്താണ്? പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സിമ്പിൾ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സെൻഡറിന് എന്ത് ചെയ്യും? എൻകോഡിംഗ് എന്ന പ്രോസസ്സ്. ഓക്കെ അല്ലേ? എൻകോഡിംഗ് ചെയ്തതിന് ശേഷം മെസ്സേജ് ചാനൽ വഴി അത് ആരിലേക്ക് എത്തുക? റിസീവറിലേക്ക് എത്തുന്നു. ഈ പ്രോസസ്സ് ഓർക്കുന്നില്ലേ? റിസീവർ അന്ന് എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡിംഗ് ചെയ്തതിന് ശേഷം വീണ്ടും മെസ്സേജ് ചാനൽ വഴി ഫീഡ്ബാക്ക് എത്തിക്കുന്നു. ആരിലേക്കാണ് ഫീഡ്ബാക്ക് എത്തിക്കുന്നത്? സെൻഡറിലേക്കാണ്. സോ ഈ പ്രോസസ്സ് കൃത്യമായിട്ട് ഓർക്കുക. ഇവിടെ നോയ്സും ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇവിടെ നോയ്സും ഉണ്ടാവും. ചിലപ്പോൾ എക്സാമിന് ഈ ഒരു പ്രോസസ്സ് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞേക്കാം. ഓക്കെ അല്ലേ? സോ എക്സാമിന് 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സോ ഉറപ്പായിട്ടും നിങ്ങൾ ചോദ്യവും ഉത്തരവും പഠിച്ചു വെക്കേണ്ടതുണ്ട്. യെസ്. ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. 14 പ്രിൻസിപ്പിൾസ് ആണ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ ആണ്. ഡൗട്ട് അടിക്കരുത്, 14 പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ ഒരു കോഡൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്താണ്? ഡാഡ് UCUSSR OIC എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 14 പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? 8 മാർക്കിന് ചോദിക്കാം. 8 മാർക്കിനും അഥവാ 5 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ചോദ്യം, ഡിഫൈൻ സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 5 ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. യെസ്, FW ടൈലർ. ഓർക്കുന്നില്ലേ? FW ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്, സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? സോ FW ടൈലറിനെ കുറിച്ച് പരാമർശിക്കുക. അതിനുശേഷം ഇതേപോലെ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന പോയിന്റുകൾ കൃത്യമായിട്ട് എഴുതണം. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. 5 മാർക്കിന് ചോദിക്കും. ഓക്കെ ആണല്ലോ? 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? സോ അത് ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സയന്റിഫിക് ടെക്നിക്സ് വേറെയാണ്, സയന്റിഫിക് പ്രിൻസിപ്പിൾ വേറെയാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകാൻ വേണ്ടി പാടില്ല. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ചോദ്യം, ഡിസ്കസ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. വീണ്ടും ഡയറക്റ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് നീഡ് ഹൈറാർക്കി ഓഫ് തിയറി. യെസ്, മോട്ടിവേഷൻ. ക്ലിയർ ആണല്ലോ? എബ്രഹാം മാസ്ലോ ആണ് നീഡ് ഹൈറാർക്കി തിയറി സ്റ്റേറ്റ് ചെയ്തത്. ഓക്കെ. സോ എന്തൊക്കെ നീഡാണുള്ളത്? സെൽഫ് ആക്ച്വലൈസേഷൻ, യെസ്, എസ്റ്റീം നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സേഫ്റ്റി ആൻഡ് നീഡ്സ് ആൻഡ് ഫിസിയോളജിക്കൽ നീഡ്സ് അഥവാ ബേസിക് നീഡ്സ്. ഈ 5 നീഡും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ ഇതൊരു പിക്ചറൈസ് ചെയ്തുകൊണ്ട് ഒരു പിരമിഡ് രൂപത്തിൽ കൃത്യമായിട്ട് പിക്ചറൈസ് ചെയ്തുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കാം. 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്തതാണ് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. ഉദാഹരണ സഹിതം എഴുതുക. എന്താണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് ആണ്. 3ാമത്തെ ചാപ്റ്ററായ ബിസിനസ് എൻവിറോൺമെന്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? 5 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? സോ എന്തൊക്കെയാണ്
എക്കണോമിക് എൻവിറോൺമെന്റ്, ലീഗൽ എൻവിറോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് ആൻഡ് സോഷ്യൽ എൻവിറോൺമെന്റ്. ഉദാഹരണങ്ങൾ സഹിതം വിത്ത് എക്സാമ്പിൾ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ പോരാ, എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. ഒരു 2 ലൈനിലോ 3 ലൈനിലോ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ്? എക്സ്പ്ലെയിൻ. എന്താണ് മാർക്കറ്റിംഗ് മിക്സ്? എക്സ്പ്ലെയിൻ ചെയ്യൂ. എക്സ്പ്ലെയിൻ ഇറ്റ് മെയിൻ എലമെന്റ്സ്. എലമെന്റ്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട, എന്താണ്? 4 P's ആണ്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്നും എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് മിക്സിന്റെ എലമെന്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ആണ്. സോ ഇത് കൃത്യമായിട്ട് എഴുതണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ അല്ലേ? എക്സാമിനോട് 8 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിനും ചോദിക്കാം. 8 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ചോദ്യം, നെയിം ദ 6 കൺസ്യൂമർ റൈറ്റ്സ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അല്ലെങ്കിൽ 1986 എന്ന് പറയാം. ഓക്കെ ആണല്ലോ? 2019 അല്ലെങ്കിൽ 1986 എന്ന് പറയാം. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമായിട്ടുള്ള 6 കൺസ്യൂമർ റൈറ്റ്സ്, അവകാശങ്ങൾ ഏതൊക്കെയാണ്? കൃത്യമായിട്ട് നിങ്ങൾ 6ഉം പഠിച്ചു വെക്കണം മക്കളെ. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും. ഈ ചോദ്യത്തിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണ്. റെസ്പോൺസിബിലിറ്റീസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്ററിലെ റൈറ്റ്സും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. സോ കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റിയും പഠിച്ചു വെക്കണം, റൈറ്റ്സും പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ? എവിടെന്നാ? FM എന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? സോ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് എഴുതണം. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ യെസ് മീനിങ് എഴുതണം. ഓക്കെ ആണല്ലോ? ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മീനിങ് എഴുതണം. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? സപ്പോസ് സാർ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു ക്യാപിറ്റലാന്ന് വിചാരിക്കാം, ഒരു ഫേമിന്റെ മൊത്തം ക്യാപിറ്റലാന്ന് വിചാരിക്കാം. ഈ ക്യാപിറ്റലിൽ ഡെപ്റ്റ് എത്ര യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇക്വിറ്റി എത്ര യൂസ് ചെയ്യുന്നു? ഓക്കെ അല്ലേ? ഇതിന്റെ രണ്ടിന്റെയും മിക്സ് ആണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണ്. മിക്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് എത്രയാണ് അല്ലെങ്കിൽ ഇക്വിറ്റി എത്രയാണ് എന്ന് തീരുമാനം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺഡ് ഫണ്ടാണ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബോറോഡ് ഫണ്ടാണ്, കടം വാങ്ങുന്ന ഫണ്ടാണ്. സോ ഇതിന്റെ കോമ്പിനേഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ. 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ 5 മാർക്കിന്. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? സോ ഇത്രയും ചോദ്യങ്ങളാണ്, 10 ചോദ്യങ്ങൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട് എക്സാമിലേക്ക്. ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.